കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ 800-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. 2800 പേർക്ക് പരിക്കേറ്റുവെന്നും വാർത്തയുണ്ട്. ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുകയാണ്. മെറിൻ മേരി, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെയാണ് അഫ്ഗാനിസ്ഥാനിൽ അതിതീവ്രമായ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, മരണം ഇപ്പോൾ 800 പിന്നിട്ടിരിക്കുന്നു. 2800-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മേഖലയിൽ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് രക്ഷാ ദൗത്യം തന്നെയാണ്. കാരണം ദുഷ്കരമായ മലനിരകളാണ്. മാത്രവുമല്ല, ഭൂകമ്പത്തിന് പിന്നാലെ കനത്ത മഴയും പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകുന്നതുകൊണ്ടാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ആശങ്ക ഉയർത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജലാലാബാദിന് 8 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴ്ച കുറഞ്ഞ പ്രഭവ കേന്ദ്രമായതുകൊണ്ട് തന്നെ അതിന്റെ ആഘാതം വളരെ കൂടുതലായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 3 ഗ്രാമങ്ങൾ അപ്പാടെ ഇല്ലാതായിരിക്കുന്നതാണ് വിവരം. മാത്രമല്ല, കുനൂർ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ വീടുകളെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. അതുകൊണ്ട് തന്നെയാകാം ആ വീടിനകത്തെല്ലാം കുടുങ്ങി മരണസംഖ്യ ഇത്രയും വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് സഹായം വാഗ്ദാനം ചെയ്തു. ഇന്ത്യ ഇന്നലെ സഹായം എത്തിച്ചിരുന്നു. മാത്രമല്ല, UK, അതുപോലെ തന്നെ ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് സഹായം എത്തിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെല്ലാവരും ഈ ഒരു അവസരത്തിൽ സഹായിക്കണമെന്ന് തന്നെയാണ് താലിബാൻ ഭരണകൂടം ഇപ്പോൾ അന്താരാഷ്ട്ര രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്തായാലും അഫ്ഗാൻ ഭൂചലനത്തിൽ മരണം 800 പിന്നിട്ടിരിക്കുന്നു. 2800 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. SKN. താങ്ക് യു. മെറിൻ മേരി ചാക്കോ ആണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.